ശ്രീ ബൈജു, നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്ന് വരുന്ന വാർത്ത ഇതൊരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നു. അതായത് ഇന്നലെ ആ യോഗത്തിൽ മാപ്പ് പറയുകയാണ് ഷൈൻ ടോം ചാക്കോ. ഇപ്പൊ തുടർച്ചയായി മാപ്പ് പറയുന്ന സമയമാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് ഫെഫ്ക വിളിച്ചു വരുത്തുമ്പോഴും ആ തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ സമീപനം. ഇത് ഷൈൻ ടോം ചാക്കോ നന്നാകാനുള്ളൊരു തുടക്കമാണോ? ഒപ്പം സിനിമാ മേഖലയും. അനുജ, ഇന്നലത്തെ ചർച്ചയ്ക്ക് വെച്ച സമയത്ത് തന്നെ ഞാൻ ഇന്നലെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയാം. താങ്കൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ ഇന്നലെ ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഇത് എങ്ങും വെച്ചിട്ടില്ല, ഈ കേസ് 2 ദിവസത്തിനുള്ളിൽ തീരുമെന്ന് പറഞ്ഞിരുന്നോ ഇല്ലേ? ഇന്നലെ നമ്മുടെ ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ വിൻസി അലോഷ്യസിനെ ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ വിൻസി അലോഷ്യസിനെ ഇവരാരെങ്കിലും ഭയപ്പെടുത്തിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ ചില കാര്യങ്ങൾ. അയാൾ ഇന്ന് 2 ദിവസം മുമ്പ് തന്നെ അയാൾ പറഞ്ഞത് മലയാള സിനിമയിലെ സിനിമാ കുടുംബത്തിൽ വന്ന പ്രമുഖനായ ഒരു നടൻ, മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു നടൻ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇയാൾ ഒരു മുഴ മുന്നേ എറിഞ്ഞതാണെന്നാണ് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞത്. അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇവരെല്ലാം കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനം, അല്ലാതെ ഒരു നന്നാവാനുള്ള ലക്ഷണമൊന്നും അല്ലത്. പക്ഷേ ഇങ്ങനെ ഒരു താക്കീത് ഇത്ര കാലം ഇത്രയായിട്ടും, ഇതിനു മുൻപ് ഒരു കൊക്കൈൻ കേസിൽ അകപ്പെട്ടതാണ്, കേരളത്തിൽ തന്നെ ആദ്യ കേസാണ്. അതിനുശേഷം എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ഷൈനിന്റെ ഭാഗത്തു നിന്ന്. അപ്പോഴൊന്നും ഒരു തരത്തിലുമുള്ള ഒരു താക്കീത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ പ്രോത്സാഹനത്തോടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ആദ്യമായ ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഫെഫ്ക. അല്ല, ആദ്യമായിട്ടൊന്നും അല്ല. നേരത്തെ ശ്രീനാഥ് ബാസിയുടെ ആ ഒരു കേസ് വന്നപ്പോഴും ഇതേപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ നൽകുന്നത് പറഞ്ഞതാണ്, താക്കീതെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ക്ഷമിക്കുന്നു, ഇനി വന്നാൽ ഇത് പ്രശ്നമാകും എന്ന് പറഞ്ഞാണ്. എന്നിട്ട് എന്തേ നന്നായോ? ഇതിപ്പോ എത്രാമത്തെ താക്കീതാണ്? ഇത് കുറെ പ്രാവശ്യം ഇവര് താക്കീത് ചെയ്യുന്നു, പോകുന്നു. ഞാൻ പറഞ്ഞില്ല അനുജ, ഇത് നിസ്സാരമായിട്ട് നമ്മൾ ആരും ഇതിനെ കാണരുത്. ഇതൊരു വലിയ ലോബി തന്നെയാണ്. മലയാള സിനിമയ്ക്കകത്തുള്ളൊരു വലിയ ലോബി തന്നെയാണിത്. ആ ലോബിയുടെ പ്രവർത്തനം ഏതറ്റം വരെ അവർ കൊണ്ടെത്തിക്കും. അതിനകത്ത് ഏത് സംഘടന വേണമെങ്കിലും ഒരു വിലക്ക് മേടിക്കും, അല്ലെങ്കിൽ ഏത് സംഘടനയെ കൊണ്ട് ആരെ കൊണ്ട് എന്ത് പറയിക്കണം എന്നുള്ള കാര്യം അവർ തീരുമാനിക്കും. ഇത് നോക്കി, രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്തത് വരും, അടുത്ത ലഹരി കേസ് വരും. ആ ലഹരി കേസ് വരുമ്പോൾ ഇത് തന്നെ പറയും. ഇപ്പോൾ കൂടുതൽ നമുക്ക് ചാറ്റ് വിവരങ്ങളൊക്കെ, ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി ഇവരുമൊക്കെയായി നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുമൊക്കെയായുള്ള ബന്ധം എത്ര വലുതാണ് എന്ന് വിശദമാക്കുന്ന ചാറ്റ് തെളിവുകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പോഴും ഒരു അവസരം കൂടി കൊടുക്കുക എന്നതിലേക്ക് ഈ സംഘടനകൾ പോകുന്നു എന്നാണ്, അതാണ് ഏറ്റവും പ്രധാനവും. ബൈജു, ഈ ഒരു അവസരം ഏഴാമത്തെ അവസരം പലർക്കും. അപ്പൊ അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആരൊക്കെയാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. സിനിമാ കുടുംബത്തിലുള്ള ഒരു മുഖ്യധാര നടൻ ഇത് ഉപയോഗിക്കുന്നു, അയാളുടെ പേര് പുറത്തു വരും എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇത് തീർപ്പായി. എങ്ങനെ തീർപ്പായി? അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഇവരൊക്കെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ്, വേറെ ഒരു കാര്യമില്ല ഇതിനകത്ത്. അതാണ് താങ്കളുടെ നിലപാട് ഈ വിഷയത്തിൽ. അതാണ്. വളരെ നന്ദി ശ്രീ ബൈജു കൊട്ടാരക്കര പ്രതികരിച്ചത്.